പ്രിയമുള്ളവരെ, നമ്മുടെ കോഴിക്കോട് വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്കപാത അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയായി പ്രവൃത്തി ആരംഭിക്കാനിരിക്കുകയാണ്. ഈ പാത നമ്മുടെ രണ്ട് ജില്ലകൾക്കും വളരെ ഗുണകരമാകുന്ന പാതയാണ്. പക്ഷേ ഈ വയനാട്ടുകാർ ഈ പാതയ്ക്ക് വേണ്ടി ശക്തമായി രംഗത്ത് വരേണ്ടതുണ്ട്. ഈ പാതയെ അട്ടിമറിക്കാനുള്ള പല ശ്രമങ്ങളും പല ഭാഗത്തും നടക്കുന്നുണ്ട്. ഞങ്ങൾ മേപ്പാടി കേന്ദ്രമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകുകയും ആ ആക്ഷൻ കമ്മിറ്റി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് നിവേദനം നൽകുകയും നമ്മുടെ ആനക്കാമ്പൊയിലിൽ അവിടുത്തെ ജനങ്ങളുമായി അവിടുത്തെ പദ്ധതി പ്രദേശം സന്ദർശിക്കുവാൻ വേണ്ടി പോവുകയും ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് ഇത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമായിട്ടാണ് അവർ കാണുന്നത്. അതായത് നമ്മുടെ വയനാട് ഇനി ഒരു രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണ് ഈ തുരങ്കപാത. നമുക്കറിയാം, നമ്മളെ വയനാട്ടിൽ ദുരന്തമുണ്ടായ സമയത്ത് നമ്മളെ വയനാട് പാത, വയനാട് ചുരം ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതൊരു ബദൽ പാത വയനാടിന് അനിവാര്യമാണ്. നിരവധി ആളുകളാണ് നമ്മുടെ ചുരത്തിൽ തിരക്കിൽപ്പെട്ട് ബ്ലോക്കിൽപ്പെട്ട് രോഗികളായി കിടന്നിട്ട് മരിച്ചിട്ടുള്ളത്. അതുപോലെ വിദേശത്ത് പോകാനുള്ള നിരവധി ആളുകളുടെ യാത്ര ഈ ചുരത്തിൻ്റെ ബ്ലോക്കിൽപ്പെട്ട് യാത്ര മുടങ്ങിയിട്ടുണ്ട്. ഈ വയനാട്ടുകാർക്ക് ഈ തുരങ്കപാതയ്ക്ക് വേണ്ടി എന്താണ് പറയാനുള്ള പ്രതികരണം തിരഞ്ഞുകൊണ്ട് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അവരുടെ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ പ്രതികരണം തേടുന്നത് ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായ KP ഹൈദരലി എന്നവരോടാണ്. ഈ തുരങ്കപാതയെക്കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വയനാട് ഇന്ന് ഒരു അതിജീവനത്തിൻ്റെ പാതയിലാണ്. നമുക്കറിയാം, കാലാകാലങ്ങളായി നമ്മൾ കേട്ടുവരുന്ന ഒരു സംഭവമാണ് വയനാട്ടിലേക്കൊരു ബദൽ പാത. പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ്, ചുരം മരുതിലാവി റോഡ്, മേപ്പാടി നിലമ്പൂർ റോഡ്, അങ്ങനെ ഒത്തിരി റോഡുകളെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ സർക്കാർ മേപ്പാടി കള്ളാടി ആനക്കാമ്പൊയിൽ പാതയ്ക്ക് കോടിക്കണക്കിന് രൂപ നീക്കിവെക്കുകയും അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞിരിക്കുകയുമാണ്. ഇതിൻ്റെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികളായ ഇതിൻ്റെ പ്രവർത്തകർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൊയിൽ മറിപ്പുഴയിൽ പോവുകയുണ്ടായി. അവിടെ സ്ഥലമേറ്റെടുപ്പിലൂടെ നഷ്ടപരിഹാരം ലഭിച്ച ഒത്തിരി ആളുകളെ നേരിട്ട് കാണുകയും അവരോടെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. വെറും 8.5 കിലോമീറ്റർ തുരന്നാൽ മേപ്പാടിയിലെ മീനാക്ഷി ബ്രിഡ്ജിലേക്ക് എത്തുന്ന ഈ തുരങ്കപാത അത് ഈ വയനാടിൻ്റെ ഒരു അനുഗ്രഹമാണ്. 4 ഭാഗവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, നമ്മൾ നിലവിലുള്ള ചുരങ്ങൾ വീതി കൂട്ടാൻ കഴിയാത്ത അവസ്ഥയിൽ ഇന്ന് രാജ്യത്തെമ്പാടും നടക്കുന്ന പ്രവർത്തനമാണ് തുരങ്കപാത നിർമ്മാണം. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ നമുക്ക് നൽകിയ ഈ ഒരു തുരങ്കപാതയുടെ നിർമ്മാണത്തിനായിട്ട് മേപ്പാടി കേന്ദ്രീകരിച്ച് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആദ്യമായി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് നിവേദനം കൊടുക്കുകയും ഞങ്ങളൊരു 15 പേരോളം ആനക്കാമ്പൊയിൽ പദ്ധതി പ്രദേശത്ത് പോവുകയുമുണ്ടായി. അവിടെ നിന്നെല്ലാം നമുക്ക് കിട്ടിയ ഈ പോസിറ്റീവ് എനർജി അതാണ് ഇന്ന് ഈ ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചത്. അതുകൊണ്ട് എനിക്ക് ഈ മേപ്പാടിക്കാരോടും വയനാട്ടുകാരോടും പറയുവാനുള്ളത്, നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാം. കാരണം നമ്മുടെ ഒരു ഭാവി തലമുറ ഈ നാട്ടിൽ ജീവിച്ചു വരുന്നുണ്ട്. അവർക്ക് അവരുടെ സുഗമമായ പഠനങ്ങൾക്കും അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ഒരു പാത അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. നാളെയുടെ ഈ വയനാടിൻ്റെ ഭാവിക്കായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. രമേശ് ചേട്ടാ, നമ്മുടെ തുരങ്കപ്പാതയെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? പിന്നെ തുരങ്കപാത വയനാട്ടിൽ നിർബന്ധമാണ്. തുരങ്കപാത ഇല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് നമ്മളിപ്പോൾ ഈ അടുത്ത് അനുഭവിച്ചാണ്. ചൂരമല
മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് 4-5 ദിവസത്തോളം ചുരം പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിട്ടാണ് നമുക്കിതിലെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റിയത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വന്നു. പക്ഷെ അതിനേക്കാളും വലുതായതുകൊണ്ട് എല്ലാവരും അതൊരു പ്രശ്നമില്ലാണ്ടായി മാറിയെങ്കിലും പക്ഷെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് അത്യാവശ്യമായി പുറത്തേക്കൊക്കെ യാത്ര ചെയ്യേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു എമർജൻസി ഇപ്പോൾ പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് വിദേശത്ത് പോകേണ്ട ആളുകൾ, എമർജൻസി ആശുപത്രി പോകേണ്ട ആളുകളെ മുഴുവൻ തടഞ്ഞു വെച്ചുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി സാധിച്ചത്. അതൊരു 4-5 ദിവസം നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. തുരങ്കപാത നിർബന്ധം, തുരങ്കപാത ബദൽപാത നമുക്ക് അത്യാവശ്യമാണ്. അതിലേക്ക് വയനാടിൻ്റെ നിലനിൽപ്പില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് കാര്യങ്ങൾ. വേണം തുരങ്കപാത. വയനാട് സംബന്ധിച്ചിടത്തോളം വയനാട് നിങ്ങൾക്ക് അറിയാലോ ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങളാണ് വയനാട് നേരിട്ടതെന്ന്. അതിൽ വയനാട് മാത്രം ഇത്രമാത്രം ഒറ്റപ്പെട്ടിട്ട് നമുക്ക് ആകെ പോകാനുള്ളത് പറഞ്ഞാൽ ഒരു വഴിയേ ഉള്ളൂ. അതൊന്ന് ബ്ലോക്കാണ്. പല ബോഡികളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് താഴേക്ക് പോകാനുള്ള പെടുന്ന പാട് നിങ്ങൾക്ക് തന്നെ അറിയാലോ. 2 ഇൻസിഡൻ്റാണ് ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുരങ്കപ്പാതനെ ഇനി ആശ്രയിക്കാനേ ഇനി വയനാട്ടിലേക്ക് പറ്റുള്ളൂ. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. തുരങ്കപാത അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള ഒരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചുരം ഉണ്ടല്ലോ, ചുരത്തിലൂടെയുള്ള യാത്ര വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. നമ്മളെ ഹോസ്പിറ്റൽ സംബന്ധമായുള്ള കേസുകെട്ടുകൾ മുഴുവനും അതിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തിരക്കുകൊണ്ട്. അപ്പോൾ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ആ തുരങ്കപാത ഇവിടെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എത്രയും പെട്ടെന്ന് വരട്ടെന്നാണ് നമ്മൾ പറയുന്നത്. വന്നു കഴിഞ്ഞാൽ നമ്മൾ മേപ്പാടി നമുക്കൊക്കെ എല്ലാവർക്കും നല്ല ഒരു ഇതുമാണ്. പിന്നെ അതുപോലെ പ്രത്യേകിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലെത്താൻ, കോഴിക്കോടേക്ക് എത്താൻ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ എത്രയും പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഒരു ഏറ്റവും വലിയ നല്ലൊരു അനുയോജ്യമായ പരിപാടിയാണ് അത്. തുരങ്കപ്പാത തീർച്ചയായിട്ടും നമുക്ക് വേണ്ടതാണ്, അത്യാവശ്യമാണ്. കാരണം തുരങ്കപ്പാത നമുക്ക് വയനാട്ടിലേക്ക് വരാനുള്ള ആകെ ഒരു ചുരം വഴിയുള്ളതാണ്. അത് എപ്പോഴും ബ്ലോക്ക് ആവാനും മഴ പെയ്താലും ഒക്കെ നമുക്ക് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വയനാട്ടുകാരെ, മേപ്പാടിക്കാരെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ അപകടങ്ങൾക്കൊക്കെ ഒരുപാട് കാരണങ്ങളാണ്, വണ്ടി പോകാൻ കഴിയാതെയൊക്കെ. അപ്പോൾ നമുക്കൊരു ഒരു തുരങ്കപാത നമുക്ക് നിർബന്ധമാണ്, അത്യാവശ്യമാണ്. മേപ്പാടിക്കാരുടെയും വയനാട്ടുകാരുടെയും ആവശ്യവുമാണ്. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് തുരങ്കപ്പാത അത്യാവശ്യമാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ചുരമല ദുരന്തങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇന്നലെ തുരങ്കപ്പാത ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൗകര്യമായിരുന്നു. തുരങ്കപ്പാത വരണം. തീർച്ചയായും അനുകൂലിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ ഒരു നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഇത് മേപ്പാടിക്ക് തീർച്ചയായും ഇത് ആവശ്യമാണ്. തുരങ്കപ്പാത നമുക്കിവിടെ നിർബന്ധമായിട്ട് വരണമെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് വയനാട്ടിലേക്കൊക്കെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണല്ലോ നമ്മൾ തുരങ്കപാത. അപ്പോൾ അതൊന്നും നിർബന്ധമായിട്ട് എത്തണം എന്നാണ് നമ്മൾ പറയുന്നത്.